പേഴ്സണലി എന്നെ ഒത്തിരി ഹേർട്ട് ചെയ്തൊരു വീഡിയോ ആണ്. റൂമിൽ നിന്ന് സ്കൂൾ ബസ് വരും, സ്കൂൾ ബസ്സിൽ നിന്ന് സ്കൂളിൽ പോകും, അവിടുന്ന് തിരിച്ച് വീണ്ടും റൂമിൽ വന്നാൽ പിന്നെ രാത്രി ഞാൻ പുറത്തിറങ്ങാറുള്ളൂ. ഇന്ന് എനിക്ക് ദുബായി പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. സമയം ഒരു 8:30 ആയതേ ഉള്ളൂ. ഈ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. നമുക്ക് ഈ വെയിൽ സഹിക്കാൻ വയ്യ, അപ്പോൾ പുറത്ത് ജോലി ചെയ്യുന്ന ഡെലിവറി ബോയ്സ്, കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർ, അവരൊക്കെ ഇതെങ്ങനെ സർവൈവ് ചെയ്യുമെന്ന്. പക്ഷേ സത്യമാണ് കേട്ടോ, ഇതിൻ്റെ കാഠിന്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, ഒരു 10-12 വർഷം എൻ്റെ അച്ഛൻ ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തതാണ്. ആ വെയിലത്ത് എങ്ങനെയായിരിക്കും ആ മനുഷ്യൻ സർവൈവ് ചെയ്തതെന്ന് ഞാനൊന്ന് ആലോചിച്ചു പോയി. വർഷത്തിലൊരിക്കലെ വീട്ടുകാർക്ക് കൈനിറയെ സമ്മാനങ്ങളുമായിട്ട് വരുന്ന പ്രവാസികളെ, പണക്കാരായ പ്രവാസികളെ മാത്രമേ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും അറിയൂ. പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോഴാണ് നമുക്ക് അവരുടെ ശരിക്കുള്ള സങ്കടങ്ങളും വിഷമങ്ങളും അവർ അനുഭവിക്കുന്ന ത്യാഗങ്ങളും മനസ്സിലാവുന്നത്. അത് ആഹാരത്തിൻ്റെ കാര്യത്തിലായാലും, അത് അവർ പുറത്ത് അനുഭവിക്കുന്ന ചൂടിൻ്റെ കാര്യത്തിലായാലും, ജോലിയിലുള്ള കഷ്ടപ്പാടുകളിലായാലും, എന്തായാലും. അത് ഈ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്യുന്നവരുടെ കാര്യം പറയേണ്ട. അവരയക്കുന്ന ഓരോ രൂപയ്ക്ക് അവരുടെ രക്തത്തിൻ്റെ മണമായിരിക്കും ഉള്ളത്. ഞാൻ ഈ അവസരത്തിൽ എൻ്റെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രവാസികളും സുഖിക്കുന്നവരും സമ്പന്നരും അല്ല കേട്ടോ, അങ്ങേയറ്റം നരകിക്കുന്നവരും ഉണ്ട്. എല്ലാ പ്രവാസികളെയും നമ്മൾ ബഹുമാനിക്കണം.